ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നീറ്റ് പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് മർദ്ദനമേറ്റു. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടയിലാണ് ലാത്തിചാർജ് ഉണ്ടായത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, രാഹുലിന് പരിക്കേറ്റ അടക്കമുള്ള ദൃശ്യങ്ങൾ കാണാം. വലിയ തോതിലുള്ള പോലീസ് നടപടിയാണോ അവിടെ ഉണ്ടായത്? പ്രതീക്ഷ വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഒരു പാർലമെന്റ് മാർച്ച് എന്ന നിലയ്ക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ആ സമരം പ്രതിഷേധം മുന്നോട്ട് നടത്തിയത്. അതിനുശേഷം ആളുകളെല്ലാം തന്നെ, അതായത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം സ്പീച്ചിന് ശേഷമായിരുന്നു ഈ പാർലമെന്റ് മാർച്ചുമായിട്ട് നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് നീങ്ങിയത്. നിരവധി ബാരിക്കേഡുകളടക്കം ഈ ജന്തർ മന്ദർ പരിസരത്ത് റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വെച്ചിരുന്നു. ഈ ബാരിക്കേഡുകൾ ചാടി കടക്കാനായിട്ടും അതുപോലെ തന്നെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ടും പ്രതിഷേധക്കാർ ശ്രമിച്ചു. അതിനിടയിലാണ് പോലീസ് ഇത്തരത്തിൽ അവരെ തടയുന്നതും അതുപോലെ തന്നെ ലാത്തി ചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും മർദ്ദനമേറ്റത്. അദ്ദേഹവും ഇവിടെ ഇന്ന് രാവിലെ ഇത്തരത്തിൽ പ്രതിഷേധിക്കാനായിട്ട് എത്തിയിരുന്നു. കേരളത്തിൽ നിന്നും നിരവധി ആളുകൾ, നിരവധി പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഈ നീറ്റ് ക്രമക്കേടിലും അതുപോലെ തന്നെ അഗ്നിവീറിനെതിരെയും അഗ്നിവീർ നിരോധിക്കണം അല്ലെങ്കിൽ അഗ്നിവീറും അവസാനിപ്പിക്കണമെന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ഇവിടെ ഡൽഹി ജന്തർ മന്ദിറിൽ നടത്തിയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു പോലീസ് നടപടി ഉണ്ടായത്. വലിയ രീതിയിൽ തന്നെയുള്ള ലാത്തിചാർജ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും മർദ്ദനമേറ്റത്. അദ്ദേഹത്തിൻ്റെ പുറത്തടക്കമുള്ള പരിക്കുകളും പാടുകളും എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്പം മുൻപാണ് യൂത്ത് കോൺഗ്രസ് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി ഈ വീഡിയോ അടക്കം പങ്കുവെച്ചത്. എന്തായാലും ഈ നീറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ, ആ ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള പോലീസ് നടപടി തന്നെയായിരുന്നു ഡൽഹി പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഇവിടെ ജന്തർ മന്ദിറിൽ ഡൽഹിയിൽ ഉണ്ടായത്.